നമ്മൾ കുറേ വർഷമായിട്ട് കേൾക്കുന്നുണ്ട്. നമ്മൾ TNPയിലും KPLൊക്കെ നടക്കുമ്പോൾ നമുക്കും കേരളത്തിലൊരു ലീഗ് വേണം, അങ്ങനത്തെ ഒരു സംസാരമൊക്കെ നേരത്തെ ഉണ്ട്. പക്ഷേ കുറച്ചും കൂടെ അതിൻ്റെ ഐഡിയാസും പ്ലാനിങ്ങും ഇതൊക്കെ തുടങ്ങിയെന്ന് അറിയുന്നത് ഞാൻ IPL കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. നമ്മൾ KCയെ വിളിച്ചായിരുന്നു. അപ്പോൾ എന്തോ ഒരു ആവശ്യത്തിന് സംസാരിച്ചപ്പോൾ നമ്മൾ KCL ഉടനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഈ വർഷം ഉറപ്പായിട്ട് നടക്കും എന്നുള്ളൊരു സംസാരം ഞാൻ IPL നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അറിയണം ആദ്യമായിട്ട്. കേരള ടീമായിട്ട് ചെറിയ വയസ്സ് മുതലേ കൂടെ ഉണ്ട്. അണ്ടർ 13, 16, 19 രഞ്ജി ട്രോഫി എല്ലാം കളിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരല്ലെങ്കിൽ മറ്റു ടീമിലുള്ള പ്ലേയേഴ്സ് പറയുന്നത് കേട്ടിട്ടാണല്ലോ നമ്മൾ നമ്മുടെ ടീമിനെയൊക്കെ മനസ്സിലാക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ പണ്ടേ കുറേ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. കുറേ ടാലൻറ്റും കുറേ സ്കില്ലും നല്ല പവർ ഹിറ്റേഴ്സും നന്നായിട്ട് ബോൾ എറിയുന്ന ആൾക്കാരും നല്ല അത്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാരും ക്രിക്കറ്റിന് സൂട്ടബിൾ ആയിട്ടുള്ള കുറേ പൊട്ടൻഷ്യൽ നാട്ടിലുണ്ടെന്ന് പണ്ടേ കേൾക്കാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് മാക്സിമം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ ഒരു 2 ലൈവ് മാച്ച്, അല്ലെങ്കിൽ ഒരു രഞ്ജി ട്രോഫി ഒരു മാച്ച് കിട്ടും, അല്ലെങ്കിൽ മുഷ്താഖ് അലി ഒരു 2-3 മാച്ച് ലൈവ് കാണും. അപ്പോൾ ലൈവ് കാണുമ്പോഴാണ് ആൾക്കാർക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്ത് എല്ലാവർക്കും കേരളത്തിൽ എത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഈ KCL വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റാർ സ്പോർട്സിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് ഇതും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ 10-18 ദിവസം കേരളത്തിലെ ഒരു 140 ടാലൻസിനെ നമുക്ക് ലോകം എമ്പാടും എത്തിക്കാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിൽ എത്രമാത്രം ക്രിക്കറ്റ് ടാലൻ്റ് ഉണ്ടെന്ന് ലോകം മുഴുവൻ അറിയാനുള്ളൊരു ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് KCA ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ കേരളത്തിലെ ടാലൻറ്റ് മാക്സിമം ആൾക്കാരിലോട്ട് എത്തും. മാക്സിമം ഞാൻ പറഞ്ഞ പോലെ 1-2 ലൈവ് മാച്ച് അല്ലെങ്കിൽ IPL ട്രയൽസിലൊക്കെ പോകുമ്പോൾ അപ്പോൾ ആ 1-2 മാച്ചിൽ നിന്നാണ് ആൾക്കാരെയൊക്കെ IPL സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ ഇത്രയും മാച്ചസ് ലൈവായിട്ട് എല്ലാ IPL ടീംസും ഇന്ത്യൻ സെലക്ടേഴ്സും നല്ലപോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൂർണമെൻ്റ് ആയിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന്ന് കേരളത്തിൽ നല്ലൊരു ടാലൻറ്റ് പുറത്തു വരാനും IPL കളിക്കാനും അതിൻ്റെ മുകളിൽ ഇന്ത്യൻ ടീമിൽ വരെ സാധ്യത ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കേരള ക്രിക്കറ്റ് ലീഗിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പ്ലെയേഴ്സ് സെലക്ട് ആവുന്ന പ്ലെയേഴ്സിന് എൻ്റെ സൈഡിൽ നിന്ന് ഒരു മെസ്സേജ് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായെന്ന് അറിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊട്ടൻഷ്യലും അതിന് വേണ്ടിയിട്ടുള്ള ക്രിക്കറ്റ് ടാലൻറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആ കോൺഫിഡൻസിലൂടെ തന്നെ ഈ ലീഗിനെ കാണുക, അതിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യലോ അത് മാക്സിമം എക്സ്പ്രസ് ചെയ്യാൻ നോക്കുക. നമ്മൾ ഇവിടെ കളിച്ചാൽ എന്താവും, അല്ലെങ്കിൽ അവിടെ നന്നായി കളിച്ചില്ലെങ്കിൽ പ്രശ്നം എന്താവും, അങ്ങനത്തെ ചിന്തകൾ മാറ്റിയിട്ട് ഇത് ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്, ഇവിടെ ഞാൻ എന്താണെന്ന് കാണിക്കാനുള്ളൊരു അവസരമാണ് ഇവിടെ കേരള ക്രിക്കറ്റ് ലീഗ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലൂടെ വന്ന് മാക്സിമം ടാലൻറ്റും പൊട്ടൻഷ്യലും ലോകത്തിനെ കാണിക്കുക. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലൂടെ വന്നാൽ നമുക്ക് നമ്മുടെ ബെസ്റ്റ് എപ്പോഴും പുറത്തെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഞാൻ നേരത്തെ കോൺഫറൻസിൽ പറഞ്ഞ പോലെ ഇത് നമുക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിൽ പോയി അതിനെ യൂസ് ചെയ്യലും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വരെ നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ കാണണം. കാരണം ഒരു KCL എന്ന് പറയുമ്പോൾ, ഒരു സ്റ്റാർ സ്പോർട്സിൽ കാണിക്കുന്ന ഒരു ഇവൻ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ കുറേ ഫെയിമും മണിയും അങ്ങനത്തെ കുറേ ആസ്പെക്ട്സ് ഇനി കേരള ക്രിക്കറ്റേഴ്സ് ഫേസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഫെയിമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റീസ് കൂടും. അപ്പോൾ ഈ കേരള ക്രിക്കറ്റ് ലീഗിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും നിങ്ങളുടെ ഫ്രാഞ്ചൈസിന് വേണ്ടി റെസ്പോൺസിബിളായിട്ട് കളിക്കുന്നതും ഈ ഓഫ് ദ ഫീൽഡുള്ള കാര്യങ്ങളും കുറച്ച് റെസ്പോൺസിബിളായിട്ട് നിൽക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. അപ്പോൾ നല്ലൊരു സംഭവം നമുക്ക് കിട്ടുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് നമുക്ക് മുന്നോട്ട് ഇനിയും കളി കൊണ്ടുപോകാനും ഇനി നമ്മുടെ വരുന്ന ഫ്യൂച്ചർ ജനറേഷന് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും അത്. ആ രീതിയിൽ അതിനുള്ളൊരു വാല്യൂവും ഇമ്പോർട്ടൻസും കൊടുത്ത് തന്നെ നമ്മൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഫാൻസ് ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൽ 6 ഫ്രാഞ്ചൈസി ഉണ്ട്. അപ്പോൾ 6 ഫ്രാഞ്ചൈസി കേരളത്തിൻ്റെ ഏറ്റവും നോർത്ത് നിന്നും സൗത്ത് വരെ 6 ഡിസ്ട്രിക്റ്റിലോട്ടാണ് ഇത് വീതിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഫാൻസിനും അവിടുത്തെ ആൾക്കാർക്കും എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഗായിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഉറപ്പായിട്ടും ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, വോളിബോൾ ഉണ്ട്, അങ്ങനത്തെ പല സ്പോർട്സും കൂടുതൽ അത്ലീറ്റ്സ് ഉണ്ടാവുന്ന ഒരു നാടായിട്ടാണ് കേരളം അറിയപ്പെടുന്നത്. അപ്പോൾ അത് ക്രിക്കറ്റിൻ്റെ അത്രമാത്രം നാട്ടിൽ ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ കേരളത്തിലെ ക്രിക്കറ്റ് ടാലൻറ്റ് എന്താണെന്നും കേരളത്തിൽ എത്രമാത്രം നല്ല ക്രിക്കറ്റേഴ്സ് ഉണ്ടെന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഈ KCL ഇനി കാണുന്നത്. അപ്പോൾ ഫാൻസ് ഉറപ്പായിട്ടും വരും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, ഈ വർഷം കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഐക്കണായിട്ട് KCA സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐക്കണായിട്ടെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും കേരള ക്രിക്കറ്റിനെയും കേരള ക്രിക്കറ്റേഴ്സിനെയും എപ്പോഴും എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം സപ്പോർട്ടും എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഗൈഡൻസ് ഞാൻ ചെറിയ വയസ്സിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇനിയും അത് ഐക്കണാണെന്ന് പറഞ്ഞിട്ട് ഇനി സ്പെഷ്യലായിട്ട് ചെയ്യുന്നൊന്നുമല്ല. എപ്പോഴും കേരള ടീമിൻ്റെ കൂടെയും ഈ കേരള ക്രിക്കറ്റ് ലീഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ
പ്ലെയേഴ്സിനെ കൂടെ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റ് ഉറപ്പായിട്ടുണ്ടോ, എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം സപ്പോർട്ടും ഗൈഡൻസും ഉറപ്പായിട്ടും ഞാൻ ഈ വർഷം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വർഷം നമുക്ക് KCL കേരള ക്രിക്കറ്റ് ലീഗ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് തകർക്കാം. കൂടെ ഞാനും ഉണ്ടാവും.